കുറേ നാളുകളായി നമ്മൾ സംസാരിക്കുന്നതും വാർത്തകളിൽ ഇടം പിടിക്കുന്നതുമൊക്കെ മുണ്ടക്കൈയിലുണ്ടായ ദുരന്തവും അവരുടെ പുനരധിവാസവും ഒക്കെ സംബന്ധിച്ചു തന്നെയാണ്. കലോത്സവത്തിലും എങ്ങും മലയടിക്കുന്നത് മുണ്ടക്കൈ ദുരന്തമാണ്. കാഴ്ചക്കാരെ സ്തബ്ധരാക്കിയ മൂകാഭിനയം പറഞ്ഞതും ഊരും പേരും നഷ്ടമായ മനുഷ്യരുടെ ജീവിതമായിരുന്നു. 544 വേദിയിൽ വയനാടിന്റെ പ്രകൃതി ഭംഗിയിൽ തുടക്കം, പിന്നീട് സ്റ്റേജിലേക്ക് ഭൂമി പൊട്ടിപ്പിളർന്ന് ഇരമ്പിയെത്തി. കൂരിരുട്ടിൽ തനിച്ചായവർക്ക് രാവ് മുഴുവൻ കാവലിരുന്ന ആന, രക്ഷകരായെത്തിയ ജനം, സൈന്യം, ഹെലികോപ്റ്റർ, മണ്ണുമാന്തി, നമ്മുടെയെല്ലാം മനസ്സിൽ പതിഞ്ഞ മുണ്ടക്കൈ ഫ്രെയിമുകൾ ഓരോന്നും വേദിയിൽ വന്നുപോയി. വീർപ്പടക്കി പ്രേക്ഷകരും. വേദി ശാന്തമായപ്പോൾ കണ്ണീർ കണങ്ങൾ ബാക്കിയായി, കാണികളിലും അഭിനയിച്ചവരിലും. അവർക്ക് വന്ന ആ ദുരന്തം നമുക്ക് വന്നില്ല എന്തുറപ്പ്? അടുത്ത വർഷം നാളെ നമ്മൾ ജീവനോടെ ഇരിക്കുന്ന എന്തുറപ്പ്? അപ്പം അവരുടെ ദുഃഖം നമ്മൾ സ്റ്റേജിൽ കാണിച്ചപ്പം നമുക്ക് വല്ലാത്ത ഒരു ഫീലിംഗ് ആണ്. നമുക്ക് അവരെല്ലാം കൈപിടിച്ച് ചേർത്ത് സഹായിച്ച് മുന്നോട്ട് കൊണ്ടുവരിക, അതേ പറയാനുള്ള സർക്കാരിനോടൊക്കെ. പല നിറങ്ങൾ നിറഞ്ഞു നിന്ന മൂകാഭിനയ വേദിയിൽ കറുപ്പണിഞ്ഞ സദസ്സിനെ മൂകരാക്കിയ റാന്നി MSHS സ്കൂളിലെ 7 കുട്ടികൾ. ഇത്രയും മനോഹരമായ പെർഫോമൻസ് കണ്ടപ്പോൾ ആദ്യം തേടിയത് ഇവരുടെ ട്രെയിനേഴ്സ് ആണ്. ഏത് പ്രൊഫഷണലാണ് ഇവരെ പരിശീലിപ്പിച്ചത് എന്നുള്ളതാണ്. അത് അന്വേഷിച്ചപ്പോഴാണ് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം കണ്ടത്. ട്രെയിനേഴ്സ് ഈ 2 പേരാണ്. ഈ കൂട്ടത്തിലുള്ളവരെക്കാൾ ചെറുതാണ് ഇവർ. എന്ത് ചെയ്യുന്നു ട്രെയിനേഴ്സ്? +2 പഠിക്കുന്നു. എവിടെ പഠിക്കുന്നു? റാന്നി MSHS. അതായത് ഇവരുടെ ക്ലാസ്സിൽ തന്നെ. ഓരോ സീനാണല്ലോ, അപ്പോൾ സീൻ അനുസരിച്ച് നമ്മളല്ലാതെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുമുണ്ട്. ഞങ്ങളുടെ സ്വന്തം ഐഡിയകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെയ്തു കൊടുത്തു, ഇവിടെ വരെ എത്തി. പ്രമേയത്തിൽ മാത്രമല്ല തയ്യാറെടുപ്പിലും വയനാടിനോടുള്ള കരുതൽ ഇവർ കാത്തുവെച്ചു. ഒരു ട്രെയിനറെ വിളിച്ച് പൈസ കൊടുക്കുന്നതിന് പകരമായിട്ട് ആ പൈസ ഞങ്ങൾ വയനാടിന് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ പൈസ ഞങ്ങൾ വയനാടിന് കൊടുക്കാനായിട്ട് നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളും ഒക്കെ ആയിട്ട് തീരുമാനിച്ചിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ തീരുമാനമായിരുന്നു. 2018 മഹാപ്രളയത്തിന്റെ കെടുതി നേരിട്ടറിഞ്ഞവരാണ് റാന്നിക്കാർ. മുണ്ടക്കയുടെ വേദന അവരുടെ മനസ്സിൽ തറയ്ക്കുന്നതിൽ അത്ഭുതമില്ലല്ലോ. ആരെന്നോ ഏതെന്നോ അറിയാത്ത, ഒരിക്കൽ പോലും കണ്ടോ കേട്ടോ പോലും പരിചയമില്ലാത്ത കുറേയേറെ മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ കുട്ടികൾ തട്ടിൽ കയറിയത്. അല്ലെങ്കിലും ദുരന്തകാലത്ത് പരസ്പരം താങ്ങി നിർത്തുന്നത് ഈ നാടിന് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനൊപ്പം ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.